ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് നിന്ന് പോയതാ. ശരി. പ്രധാനമായിട്ട് സാമ്പത്തിക ക്രൈസിസ് തന്നെ. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മളത് ചെയ്ത് എടുത്തു ഒരു കണക്കിന്. അല്ല സാറേ, ഈ സിനിമ ആരും കണ്ടിട്ടില്ലല്ലോ, ഇത് പുറത്താരും കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഇത്ര വിവാദമാകാനുള്ള കാരണം ഒന്നുമില്ല. ആദ്യം സിനിമ കാണണ്ടേ. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ദൃശ്യാവിഷ്കാരത്തിന് നേരെ, അവന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തിവെക്കുന്നതിന് തുല്യല്ലേ? അല്ല, ഇതിപ്പോ നമ്മുടെ ഇവിടെ മാത്രമല്ല, നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അടക്കം ഈ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എതിരെ നമ്മളൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. അവർ പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ചോദ്യങ്ങളില്ലാത്ത തരത്തിലുള്ള ഉത്തരങ്ങൾ ഉള്ള സിനിമകൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവർക്ക് തൃപ്തിയാവുന്ന തരത്തിലുള്ള സിനിമകൾ. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് സാധ്യമാകും. സാറിന്റെ പടത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ പേരിലൂടെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുള്ളത്. സെൻസറിന് കൊടുത്ത സമയത്ത് അവര് സെൻസർ ബോർഡാണ് തീരുമാനിച്ചത് എന്ത് ഈ സെക്സി എന്നുള്ള വാക്ക് ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ അത് വേണ്ടാന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ സെക്സി എന്ന് വെച്ചാൽ അത് വേണ്ടാത്തത് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡില്ലേ, വേണ്ട. അങ്ങനെ ഇട്ടോ എന്താ കുഴപ്പം? അപ്പൊ 3xy സെക്സി എന്നായി. സത്യത്തിൽ അത് സെക്സി എന്നുള്ളത് വെട്ടിക്കളഞ്ഞൊക്കെയാണ്. അതിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. റിജക്റ്റഡ് സെക്സി ആയി. നമ്മൾ ടെക്നോളജി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ മനസ്സ് ഇപ്പോഴും റിജിഡാ, ചുരുങ്ങി പോവാ ചെയ്തിട്ടുള്ളത്. പഴയ കാലത്ത് ഇപ്പോ നമ്മള് ആദ്യത്തെ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ ഇപ്പൊ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സവിശേഷത ഉണ്ട്. ഞാൻ ചെയ്ത സിനിമയ്ക്ക് പകരം ഞാൻ നിർമ്മാല്യം പോലുള്ള ഒരു സിനിമയാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? കലാപം ഉണ്ടാവും. നിർമ്മാല്യം ഇപ്പൊ സഹിക്കൂല. അപ്പൊ 3 മണിക്കാണ് സ്ക്രീനിങ് കാണണം. പിന്നെ തീർച്ചയായിട്ടും സാറിന്റെ പടം കാണാനല്ലേ ഞങ്ങൾ വന്നത്. ഇന്ന് പ്രധാന ഉദ്ദേശം അതാണ്. Somesh! Hello! Hey, I came out of the Navajas no. മനസ്സിലായി, മറന്നിട്ടില്ല. വെരി ഗുഡ്. ഫിലിം എന്റെ ഫിലിമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പുതിയതൊരെണ്ണം ചെയ്യുന്നുണ്ട്, അത് അടുത്ത വർഷങ്ങൾ നോക്കാന്ന് വിചാരിച്ചു. മോശം. അല്ല, കഴിക്കാൻ ടൈം ആയിട്ടില്ല, സമയമായിട്ടില്ല. ഹോട്ടൽ ഈവനിങ് വൈകിട്ട് പറ്റിയാണ് എത്താ. നിങ്ങള് രണ്ടുപേരും 2 ഭാഷയല്ലേ പറഞ്ഞത്? അതെ, 2 ഭാഷ തന്നെയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാവും? കുട്ടി, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. അല്ല, അതാരാ പോയത്? അതറിയില്ലേ? മന്മഥൻ കോക്കാച്ചി. മന്മഥൻ കോക്കാച്ചി കൊറിയൻ ഡയറക്ടറാ? അയ്യോ, ഞാൻ ഇന്റർവ്യൂ എടുത്തില്ല. ക്യാമറ